ദൈവദാസി ലൂയിസ പിക്കറേത്തയ്ക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം. 7-ാം ദിവസം. ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന. 7-ാം ദിവസം. സ്വർലോകരാജ്ഞി ദൈവഹിതത്തിൻ്റെ രാജ്യത്തിൽ അധികാരത്തിൻ്റെ ചെങ്കോൽ കൈയാളുന്നു. പരമപരിശുദ്ധ ത്രിത്വം തൻ്റെ കാര്യദർശിയായി അവളെ നിയമിക്കുന്നു. ആത്മാവ് ദൈവിക കാര്യദർശിയോട്, രാജ്ഞിയായ അമ്മേ, അങ്ങയുടെ പാദാന്തികത്തിൽ ഇതാ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അങ്ങയുടെ കുഞ്ഞായ എനിക്ക് എൻ്റെ സ്വർഗീയ അമ്മയെ കൂടാതെ ജീവിക്കാനാവില്ലെന്ന് ഞാൻ അറിയുന്നു. അധികാരത്തിൻ്റെ ചെങ്കോലും രാജ്ഞിയുടെ കിരീടവും അണിഞ്ഞ് മഹത്വപൂർണ്ണയായിട്ടാണ് ഇന്ന് അങ്ങ് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്ന് വരികിലും അങ്ങ് എപ്പോഴും എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ ദുർബലമായ ആത്മാവിൽ തിന്മ നിറഞ്ഞ എൻ്റെ ഹിതം അടിച്ചേൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി വിറയലോടുകൂടി ഞാൻ എന്നെ തന്നെ അങ്ങേ കരങ്ങളിലേക്ക് ഫരമേൽപ്പിക്കുന്നു. സർവാധിപയായ എൻ്റെ അമ്മേ, ശ്രവിച്ചാലും അങ്ങ് ഒരത്ഭുതം പ്രവർത്തിച്ചില്ലെങ്കിൽ എന്നെ നയിക്കാനും എൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും മേൽ ഭരണം നടത്തി എൻ്റെ ഇച്ഛാശക്തിയെ ഒരിക്കലും പ്രവർത്തനനിരതമാകാൻ അനുവദിക്കാതെ എന്നെ സംരക്ഷിക്കാൻ അങ്ങയുടെ അധികാരത്തിൻ്റെ ചെങ്കോൽ ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവഹിതത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുക എന്ന ഔന്നത്യമേറിയ ഭാഗ്യം എനിക്കുണ്ടാവുകയില്ല. സ്വർഗീയ രാജ്ഞിയുടെ പാഠങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിൻ്റെ അമ്മയുടെ കരങ്ങളിലേക്ക് വരിക. ശ്രദ്ധാപൂർവം എന്നെ കേൾക്കുക. നിൻ്റെ സ്വർഗീയ അമ്മയിൽ ദൈവഹിതം പ്രവർത്തിച്ച ഇതുവരെ ആരും ശ്രവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ നിന്നോട് പറയാം. ദൈവഹിതത്തിൻ്റെ രാജ്യം ഞാൻ സ്വന്തമാക്കിയപ്പോൾ എന്നിൽ ദൈവഹിതത്തിൻ്റെ ചുവടുവയ്പ്പുകൾ അത് പൂർത്തിയാക്കി. യഥാർത്ഥത്തിൽ ഈ 6 ചുവടുവയ്പ്പുകൾ സൃഷ്ടികർമ്മത്തിൻ്റെ 6 ദിവസങ്ങളെ സൂചിപ്പിക്കുന്നു. അവിടെ ദൈവഹിതം ഒരു ഫിയാത്ത് ഉച്ചരിച്ചുകൊണ്ട് ഒരു സൃഷ്ടികർമ്മത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഓരോ ചുവടുവയ്പ്പുകൾ എന്നതുപോലെ കടന്നുപോയി. 6-ാമത്തെ ദിവസം അത് അവസാനത്തെ ചുവടുവെച്ചുകൊണ്ട് പറഞ്ഞു, ഫിയാത്ത്, നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. 7-ാം ദിവസം ഇത്രയധികം മഹത്വത്തോടെ അത് സൃഷ്ടിച്ചതെല്ലാം ആസ്വദിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടെന്ന പോലെ ദൈവഹിതം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിശ്രമിക്കുകയും ചെയ്തു. വിശ്രമവേളയിൽ തൻ്റെ സൃഷ്ടികളെ നോക്കിയപ്പോൾ ദൈവഹിതം പറഞ്ഞു, എൻ്റെ സൃഷ്ടികൾ എത്രയോ മനോഹരമാണ്, എല്ലാം വളരെ ക്രമത്തിലും യോജിപ്പിലുമാണ്. മനുഷ്യനെ നോക്കിയപ്പോൾ തൻ്റെ സ്നേഹത്തിൻ്റെ ഉന്മാദത്തിൽ അത് കൂട്ടിച്ചേർത്തു. എന്നാൽ നീയാണ് അതിമനോഹരൻ, നീയാണ് ഞങ്ങളുടെ എല്ലാ സൃഷ്ടികളുടെയും മകുടം. ഇപ്പോൾ ഞാനാകുന്ന സൃഷ്ടി അമലോത്ഭവജനനം സൃഷ്ടികർമ്മത്തിൻ്റെ എല്ലാ അത്ഭുതങ്ങളെയും മറികടന്നതിനാൽ ദൈവത്വം തൻ്റെ ഹിതത്തിൽ 6 ചുവടുകൾ എന്നിൽ വയ്ക്കാൻ ആഗ്രഹിച്ചു. ഈ ചുവടുവയ്പ്പുകൾ എന്നിൽ പൂർത്തിയാക്കിയതിന് ശേഷം ദൈവഹിതം എൻ്റെ ആത്മാവിൽ അതിൻ്റെ പരിപൂർണതയിലും തികവിലും സമഗ്രതയിലും ജീവിതം ആരംഭിച്ചു. ഓ അത്യുന്നതൻ എത്രയോ ദൈവിക ഉന്നതിയിലേക്കാണ് എന്നെ ഉയർത്തിയത്. ആകാശത്തിന് എന്നെ സ്പർശിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിച്ചില്ല. സൂര്യൻ്റെ പ്രകാശത്തിന് എൻ്റെ ശോഭയാൽ മങ്ങലേറ്റു. സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും എൻ്റെ ഒപ്പം എത്താൻ കഴിഞ്ഞില്ല. എൻ്റെ സ്വന്തം എന്നതുപോലെ ദൈവിക സാഗരങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചു. എൻ്റെ സ്വർഗസ്ഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരുടെ കുഞ്ഞുമകളുടെ സാന്നിധ്യം ആസ്വദിക്കാനായി ഞാൻ അവരുടെ കരങ്ങളിലേക്ക് അണയുവാൻ അഭിലഷിച്ചു. ഓ അവരുടെ പരമോന്നത മഹത്വത്തോട് എങ്ങനെയാണ് ഞാൻ ആരാധനയും പ്രാർത്ഥനയും നൽകുന്നതെന്ന് അനുഭവിച്ചപ്പോൾ എത്രമാത്രം സംതൃപ്തിയാണ് അവർക്ക് ലഭിച്ചത്. എൻ്റെ സ്നേഹവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആരാധനയും പുറപ്പെട്ടത് എൻ്റെ അന്തരാത്മാവിൽ നിന്നാണ്, ദൈവഹിതത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിന് എൻ്റെ ഉള്ളിൽ നിന്നും ദൈവിക സ്നേഹത്തിൻ്റെ അലകളും പവിത്രമായ സുഗന്ധവും അപൂർവമായ ആനന്ദവും അനുഭവപ്പെട്ടു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ദിവ്യമായ ഇച്ഛാശക്തി എൻ്റെ ഉള്ളിലെ ഇല്ലായ്മയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന സ്വർഗത്തിൽ നിന്നാണ് അവ ഉത്ഭവിച്ചത്. അവരുടെ ആനന്ദം അത്ര വലുതായതിനാൽ പരിശുദ്ധ ത്രിത്വം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എത്ര മനോഹരവും എത്ര നിർമ്മലവും എത്ര പരിശുദ്ധവുമാണ് ഞങ്ങളുടെ കൊച്ചുമകൾ. അവളുടെ വാക്കുകൾ ഞങ്ങളെ ബന്ധിക്കുന്ന ചങ്ങലകളാണ്. അവളുടെ കടാക്ഷങ്ങൾ ഞങ്ങളെ മുറിവേൽപ്പിക്കുന്ന അമ്പുകളാണ്. അവളുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഞങ്ങളിൽ തറയ്ക്കുന്ന അസ്ത്രങ്ങളാണ്. അവ ഞങ്ങളെ സ്നേഹോന്മാദത്തിലേക്ക് നയിക്കുന്നു. ഞങ്ങളെ അഭേദ്യരാക്കുന്ന എന്നിൽ നിന്നും പുറപ്പെടുന്ന അവരുടെ ദൈവഹിതത്തിൻ്റെ ശക്തിയും ബലവും അവർ അനുഭവിച്ചു. അതിനാൽ അവർ എന്നെ ഇങ്ങനെ വിളിച്ചു, ഞങ്ങളുടെ ദൈവത്വത്തിനു മേൽ പോലും വിജയം നേടുന്ന ഞങ്ങളുടെ അജയ്യയായ മകൾ. എൻ്റെ കുഞ്ഞെ, ഇപ്പോൾ എന്നെ ശ്രവിക്കുക. എന്നോടുള്ള സ്നേഹാതിരേകത്താൽ പൂരിതരായി ദൈവത്വം അരുളി ചെയ്തു, പ്രിയപ്പെട്ട മകളെ, ഞങ്ങളുടെ സ്നേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. ഞങ്ങളുടെ ദൈവരഹസ്യങ്ങൾ നിന്നോട് വെളിപ്പെടുത്തിയില്ലെങ്കിൽ അതിന് വീർപ്പുമുട്ടലുണ്ടാകും.
അതിനാൽ ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ വിശ്വസ്തയായ കാര്യദർശിയായി തിരഞ്ഞെടുക്കുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളും ഉത്തരവുകളും നിന്നോട് വെളിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്ത് വില കൊടുത്തും മനുഷ്യനെ രക്ഷിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യം. ചെങ്കുത്തായ മലയിലേക്ക് എങ്ങനെയാണ് മനുഷ്യൻ ചെന്നെത്തുന്നതെന്നും അവൻ്റെ നിർബന്ധ ബുദ്ധിയുള്ള ഹിതം എങ്ങനെയാണ് നിരന്തരമായി അവനെ തിന്മയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതെന്നും കണ്ടാലും ജീവൻ്റെയും ശക്തിയുടെയും ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയുടെ സഹായത്തിൻ്റെയും അഭാവത്തിലൂടെ അവൻ സൃഷ്ടാവിൻ്റെ വഴികളിൽ നിന്നും വ്യതിചലിച്ചു. ദുർബലനും രോഗബാധിതനും സകലവിധ തിന്മകളാൽ നിറഞ്ഞവനുമായി അവൻ ഭൂമിയിൽ ഇഴഞ്ഞു നീങ്ങുന്നു. നിത്യവചനം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ നശ്വര ശരീരം സ്വീകരിച്ച് അവൻ്റെ എല്ലാ ദുരിതങ്ങളും പാപഭാരങ്ങളും ഏറ്റെടുക്കും. അവനുമായി സാഹോദര്യം പുലർത്തി അവർണ്യമായ വേദനകളാലും സ്നേഹത്താലും അവനെ വീണ്ടെടുത്ത് ഞങ്ങളുടെ പിതൃകരങ്ങളിലേക്ക് അവനെ വീണ്ടും കൊണ്ടുവരും എന്ന ആശ്വാസം മനുഷ്യന് പകരാതെ അവനെ രക്ഷിക്കാനോ അവന് രക്ഷപ്പെടുവാനോ മറ്റൊരു മാർഗവുമില്ല. ഓ മനുഷ്യർ എത്തി നിൽക്കുന്ന അവസ്ഥ ഞങ്ങളെ എത്രമാത്രം പീഡിപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഇതാരോടും വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം ദൈവഹിതത്തിൻ്റെ ആധിപത്യമില്ലെങ്കിൽ ഒരുവനും ഞങ്ങളുടെ ദുഃഖമോ പാപത്തിലേക്ക് വീണുപോയ മനുഷ്യൻ്റെ കഠോര തിന്മയോ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ഞങ്ങളുടെ ഹിതം സ്വന്തമാക്കിയിരിക്കുന്നതിനാൽ നിനക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ ഞങ്ങളുടെ കാര്യദർശി എന്ന നിലയിൽ ഞങ്ങളുടെ രഹസ്യങ്ങൾ നിന്നോട് വെളിപ്പെടുത്താനും അധികാരത്തിൻ്റെ ചെങ്കോൽ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിന്റെ മാതൃഹൃദയത്തിൽ പുനർജീവിപ്പിച്ച മനുഷ്യനെ ഞങ്ങളുടെ മകനായി ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവരത്തക്ക വിധം ദൈവത്തെയും മനുഷ്യനെയും കീഴടക്കി എല്ലാറ്റിലും നിന്റെ ആധിപത്യം സ്ഥാപിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുക. പ്രിയ കുഞ്ഞെ, ഈ ദൈവിക വാക്കുകൾ ശ്രവിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്താണ് തോന്നിയതെന്ന് ആർക്ക് പറയുവാൻ കഴിയും? അതീവ ദുഃഖത്തിൻ്റെ ഒരു സ്ഥിര എൻ്റെ ഉള്ളിൽ പൊട്ടിയൊഴുകി. എൻ്റെ ജീവൻ വിലയായി കൊടുക്കേണ്ടി വന്നാൽ പോലും ദൈവത്തെയും സൃഷ്ടിയെയും കീഴടക്കി അവരെ ഐക്യപ്പെടുത്തണമെന്ന് ഞാൻ അതിലൂടെ തീരുമാനമെടുത്തു. എൻ്റെ കുഞ്ഞെ, ഇപ്പോൾ എന്നെ ശ്രവിക്കുക. ദൈവഹിതത്തിൻ്റെ സാമ്രാജ്യം ഞാൻ സ്വന്തമാക്കിയ കഥ പറയുന്നത് കേട്ടപ്പോൾ നീ അത്ഭുതപ്പെടുന്നത് ഞാൻ കണ്ടു. നിനക്കും ഈ ഭാഗ്യം തന്നിരിക്കുന്നുവെന്ന് അറിയുക. നിന്റെ സ്വന്തം ഹിതം ഒരിക്കലും ചെയ്യുകയില്ലെന്ന് നീ തീരുമാനിക്കുകയാണെങ്കിൽ ദൈവഹിതം അതിൻ്റെ സ്വർഗം നിന്റെ ആത്മാവിൽ രൂപപ്പെടുത്തും. ദൈവവുമായുള്ള അവിഭാജ്യത നീ അനുഭവിക്കും. നിന്റെ മേലും നിന്റെ അഭിനിവേശങ്ങളുടെ മേലും അധികാരത്തിൻ്റെ ചെങ്കോൽ നിനക്ക് നൽകും. ഇനി ഒരിക്കലും നീ നിന്റെ തന്നെ അടിമയായിരിക്കുകയില്ല. കാരണം ഈ പാപം സൃഷ്ടിയെ അടിമപ്പെടുത്തുന്നത് അവൻ്റെ മനുഷ്യഹിതം മാത്രമാണ്. അതവനെ സൃഷ്ടിച്ചവനിലേക്ക് പോകാനാവാത്ത വിധം സ്നേഹത്തിൻ്റെ ചിറകുകളെ അറ്റുകളയുകയും സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ അർപ്പിക്കാനുള്ള ആത്മവിശ്വാസവും ശക്തിയും പിന്തുണയും അപഹരിക്കുകയും ചെയ്യും. അതിനാൽ സൃഷ്ടിക്ക് സ്വർഗീയ പിതാവിൻ്റെ രഹസ്യങ്ങളോ അവിടത്തേക്ക് സൃഷ്ടിയോടുള്ള അതിയായ സ്നേഹമോ അറിയാൻ സാധിക്കുകയില്ല. തന്മൂലം ദൈവപിതാവിൻ്റെ ഭവനത്തിൽ അപരിചിതനെ പോലെ ഈ സൃഷ്ടിയായ മനുഷ്യൻ ജീവിക്കുന്നു. മനുഷ്യഹിതം സൃഷ്ടാവിനെയും സൃഷ്ടിയെയും തമ്മിൽ എത്രമാത്രം ദൂരത്തിലാക്കുന്നു എന്ന് കാണുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, എന്നെ സന്തോഷിപ്പിക്കുക. ഇനി ഒരിക്കലും നീ നിന്റെ ഹിതത്തിന് ജീവൻ നൽകുകയില്ലെന്ന് എന്നോട് പറയുക. ദൈവഹിതം കൊണ്ട് നിന്നെ ഞാൻ പൂർണ്ണമായും നിറയ്ക്കാം. ആത്മാവ്, പരിശുദ്ധ അമ്മേ, എന്നെ സഹായിക്കണമേ. ഞാൻ എത്ര ദുർബലയാണെന്ന് കണ്ടാലും അമ്മയുടെ മനോഹരമായ പാഠങ്ങൾ എൻ്റെ കണ്ണ് നിറയ്ക്കുന്നു. എൻ്റെ സൃഷ്ടാവിൻ്റെ ഹിതത്തിൽ നിന്നകന്ന് നിരവധി തവണ സ്വന്തം ഹിതം പ്രവർത്തിക്കുന്നതിൽ ഭ്രമിച്ചു പോയ എൻ്റെ നിർഭാഗ്യത്തെ ഓർത്ത് ഞാൻ വിലപിക്കുന്നു. ഓ ദയവായി അങ്ങൻ്റെ അമ്മയായിരിക്കണമേ. എന്നെ എൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കരുതേ. അങ്ങയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ ഇച്ഛാശക്തിയെ എൻ്റേതിനോട് ഐക്യപ്പെടുത്തണമേ. എനിക്കൊരിക്കലും സ്വന്തം ഹിതം ചെയ്യാൻ സാധിക്കാത്ത വിധം അവിടുത്തെ മാതൃഹൃദയത്തിൽ എന്നെ അടയ്ക്കണമേ. പരിത്യാഗം. ഇന്ന് എൻ്റെ ബഹുമാനത്തിനായി എൻ്റെ മേലങ്കിയുടെ കീഴിൽ നിന്നുകൊണ്ട് എൻ്റെ കടാക്ഷത്തിൽ ജീവിക്കാൻ പഠിക്കുക. ഞാൻ ദൈവഹിതം എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുന്നതിനായി 3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി എന്നോട് പ്രാർത്ഥിക്കുക. സുഹൃത ജപം. സ്വർഗീയ അമ്മേ, ദൈവഹിതത്തിൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന് അങ്ങിൽ നിന്ന് പഠിക്കുന്നതിനായി എന്നെ അങ്ങയുടെ ഹൃദയത്തിൽ അടയ്ക്കണമേ.